ഇന്ന് രാവിലെ പട്ടിയുടെ വല്ലാത്തൊരു കുര കേട്ടിട്ട് വെളിയിൽ ഇറങ്ങി നോക്കിയേ. ഇതെന്താണപ്പോ ഇങ്ങനെ നിർത്താതെ കുരയ്ക്കുന്നത് നോക്കിയപ്പോഴേ ദാ 2 മയിലാണേ. അപ്പൊ നമ്മുടെ വീട്ടിൽ മുൻപൊക്കെ വരുമായിരുന്നു കേട്ടോ, 2 മയിലും, ഒരു ആൺമയിലും പെൺമയിലും വരുമായിരുന്നു കേട്ടോ. അതിൽ ഒരു മയില് ഇലക്ട്രിക് കമ്പിയിലെ ഷോക്കേറ്റ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്നിട്ട് കൊണ്ടുപോയി. ഒരു ബാക്കി ഉണ്ടായിരുന്ന ഒരു മയിലിനെ കൊണ്ടുപോയി കേട്ടോ. ആ മയിലുകൾ നല്ല സ്നേഹമായിരുന്നു കേട്ടോ. എല്ലാ വീട്ടിലും പോയി ചോറും അരിയും ഒക്കെ എല്ലാവരും കൊടുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലും വരുമായിരുന്നു, അരിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ തൊട്ട് താഴെയുള്ള ഒരു ആന്റി ആണെങ്കിൽ സ്ഥിരമായിട്ട് ചോറൊക്കെ അതിന് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നല്ല സ്നേഹമുള്ള ഒരു മയിലായിരുന്നു കേട്ടോ, അത് 2 മയിലും. അപ്പൊ അതിനുശേഷം ആ 2 മയിലിന് ശേഷം ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ അതാ ഈ 2 മയിലുകൾ വരുന്നത്. അപ്പൊ ഇത് പെണ്ണാണോ ആണാണോ എന്ന് അറിയാൻ വയ്യ കേട്ടോ, രണ്ടും ഒരുപോലെ ആയിരിക്കുന്നത്. അപ്പൊ ആൺമയിലിന് പീലി കൂടുതലാണല്ലോ. അപ്പൊ ഇത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ചെറിയ മയിലാണ് കേട്ടോ, വലുതായാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് അരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട്ടിന്റെ പുറകിലാണ് കേട്ടോ വന്ന് നിന്നത്. അപ്പൊ നമ്മുടെ അരിയൊക്കെ കോഴികളൊക്കെ കൊത്തി കഴിക്കുന്ന പോലെ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഉത്സാഹിച്ചിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് പോയി കുറച്ചു നേരം ചുറ്റിക്കറങ്ങി നമ്മുടെ വീടിന് ചുറ്റൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോയി കേട്ടോ. കുറച്ചു നേരം കുറച്ച് വീഡിയോ എടുത്ത് ചേട്ടൻ കുറച്ചൊന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി കേട്ടോ. അടുത്തോട്ട് പോകുമ്പോൾ അത് പറന്ന് പോകും കേട്ടോ. അപ്പൊ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ചുറ്റിക്കറങ്ങി അത് കൊത്തിപ്പറക്കിയൊക്കെ കഴിച്ചിട്ട് അത് പോയേ. അപ്പൊ വൈകുന്നേരം എപ്പോഴും ഞാൻ നോക്കിയപ്പോഴത്തേനും നമ്മുടെ വീട്ടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എവിടെ നിന്ന് ചാടി വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് അടുത്താണ് മുക്കുന്നിമല. അപ്പൊ അവിടെ നിന്ന് വന്നതാണോ എന്ന് അറിയില്ല. അപ്പൊ ഒരുപാട് നാളായിട്ട് അതെ ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ എന്താ പറയാ കുൽഫി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ആ മിക്സ് വാങ്ങിച്ച് ഉണ്ടാക്കിയേ. അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ പാൽ തിളപ്പിച്ചിട്ട് ഈ പൊടി ഒന്നോട്ട് മിക്സ് ആക്കിയിട്ട് പാല് തന്ന ശേഷം നമ്മളെ ഫീസറിനകത്ത് നമ്മൾ ഐസ് ഒക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.